പതിനെട്ടാം മുകളിൽ നിൽക്കും. അല്ല, അതൊരു റീജിയണൽ കോമഡിയാണ്. അതൊരു കുഞ്ഞു പടമായിരുന്നു, ഒരു വലിയ വലിയ സക്സസ്ഫുൾ സിനിമയൊന്നും. പക്ഷെ അതിനുശേഷമാണ് സാറ് എന്റെ ക്യാമ്പ്, കുട്ടികൾക്കുള്ള ക്യാമ്പ് കഴിഞ്ഞ ശേഷം സാറാണ് പറയുന്നത് ഈ ജോയ് അങ്ങനെ ഒരു സർപ്രൈസ് എലമെന്റ് കൂടെ അതിന്റെ അകത്തുണ്ട്. പുറത്ത് ഷൈൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ലൗഡാ പുള്ളി, അങ്ങനെയാണ് ക്യാരക്ടർ ആകുമ്പോഴത്തേക്കും പുള്ളി സ്വിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ വ്യത്യാസം ഭയങ്കര എവിഡന്റ് ആണ്. ചൂസി അല്ല ഞാൻ ബേസിക്കലി, എനിക്ക് വരുന്നത് എന്നാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് വരുന്നത് കുറവാണ്. അപ്പൊ ആ വരുന്നത് ഫിനിക്സിന് ശേഷം കമ്പാരിറ്റീവ്ലി എനിക്ക് കുറവാണ്. കോംപ്രമൈസ് ചെയ്ത് അവരുടെ സിനിമകളുണ്ട്, ഇല്ലാന്നില്ല. നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഡയറക്ടറിന്റെ ഒരു വിഷയം ഉണ്ടായിരിക്കും, നമുക്ക് തോന്നുന്ന അടുപ്പമായിരിക്കും ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ശുക്രന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അപ്പൊ നമ്മളോട് ഇത് ചേരുന്നത് മിസ്റ്റർ ചന്ദ്രനാഥാണ്. നമസ്കാരം. ഓക്കെ, അപ്പം ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഐഡിയ കിട്ടും. ഏറെക്കുറെ ശുക്രൻ എന്നുള്ള സാധനം കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ഐഡിയ കിട്ടും. എന്താണ് ശരിക്കും ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതൊരു ഇതിനകത്ത് ലക്ക് എന്നൊരു ഫാക്ടർ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഭാഗ്യം ഭയങ്കര ഒരു കാര്യമാണ്. എല്ലാവരും നമ്മൾ എന്ത് സാധിച്ചാലും അത് ഭാഗ്യം എന്ന് പറയും. അപ്പൊ അതിന്റെ ഒരു വേരിയേഷൻ ഈ സിനിമയിൽ ആർക്കാ ഭാഗ്യം എന്നൊരു കോൺസെപ്റ്റ്, അർഹതയും ഹാർഡ് വർക്കും ഒക്കെ ഇതിന്റെ അകത്തൊരു വലിയ ഫാക്ടർ. അതുകൊണ്ട് ആ പേരിടുന്നത് ശുക്രൻ എന്നൊരു പേര് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള പേരായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് സിനിമയ്ക്ക് ശുക്രൻ എന്നൊരു പേരിട്ട സംഭവമാണ്. അതെ, ഈ പേരിലെ സംഭവം പോലെ തന്നെ എന്തെങ്കിലും ഒളിഞ്ഞു കിടപ്പുണ്ടോ? ഉണ്ട് ഇതിനകത്ത്. ശുക്രൻ, ആരുടെ ശുക്രൻ എന്നുള്ളത് നിങ്ങൾ സിനിമ. എന്താണ് ഈ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര്? എന്റെ കഥാപാത്രം അരുണെന്ന. പക്ഷെ ഇതുവരെ ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളെക്കാൾ കുറച്ചും കൂടി ജോവിയലായിട്ടുള്ള, ലൗഡായിട്ടുള്ള ക്യാരക്ടർ, തമാശകളുള്ള, 18 പടിയേക്കാളും മുകളിൽ നിൽക്കും. അല്ല, ക്യാരക്ടർ വൈസ് എല്ലാവരും നമ്മളെ ത്രില്ലർ സിനിമകളിലാണല്ലോ കൂടുതലും, അല്ലെങ്കിൽ നിരാശ. ഇതല്ലാതെ കുറച്ച് ജോവിയൽ, ഫ്രണ്ട്ഷിപ്പിന് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. ഇപ്പൊ ഞാൻ, ബിബി, ഷൈൻ ചേട്ടൻ, മൂന്ന് പേരുടെ ഫ്രണ്ട്ഷിപ്പിന് അതൊരു ഭയങ്കര എലമെന്റാണ്. പിന്നെ നായിക നമ്മൾ ആദ്യം ചെയ്യുന്ന ക്യാരക്ടറിനോ ഉള്ളൊരു ഇന്റർട്വൈൻഡ് ആയിട്ട് ഇത് കിടക്കുന്നു. സോ നായിക പ്രാധാന്യം കൂടെ ഉള്ളൊരു സിനിമയാണ്, ഒരു കമേഴ്ഷ്യൽ പാക്കേജ് ആണ്. ഇതൊരു തമാശ പടം എന്ന് പറയാൻ പറ്റത്തില്ല, ഡ്രാമയാണെന്നോ, അല്ലെ ഇതൊരു ഫാമിലി എന്റർടൈനർ. എല്ലാവരും, ഞാൻ മുമ്പ് സംസാരിച്ചവർ എല്ലാവരും എന്നോട് ഇത് സെയിം സംഭവം തന്നെ പറയുന്നുണ്ടായിരുന്നു. അതായത് അതിനൊരു പ്രോപ്പർ ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ പോലത്തെ ഒരു സംഭവം അല്ല, പക്ഷെ അതിലൊരു മെസ്സേജ് പോലെ എന്തൊക്കെയോ ഒളിഞ്ഞുകൊണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും മെസ്സേജ് ആയിട്ടൊരു, എനിക്ക് തോന്നുന്നില്ല എന്റെ നമ്മളൊരു റൈറ്റർ അതിന്റെ അകത്ത് ഞാനിത് ആ ഒരു മെസ്സേജ് തരാൻ പോകുന്നു, അങ്ങനത്തെ ഒരു ഐഡിയ ആയിട്ടല്ല. നമ്മൾ പണ്ട് സിനിമ കാണില്ലേ, ഒരു ഫുൾ പടം കാണില്ലേ, ഒരു ജീവിതം കാണില്ലേ, അതുപോലെ അതിൽ എന്ത് സംഭവിക്കുന്നു, ഇവരുടെ ജീവിതത്തിൽ മൂന്ന് പേർക്കിടയിൽ എന്ത് സംഭവിക്കുന്നു, ഇത് എങ്ങനെ അവസാനിക്കുന്നു, ഒരു ക്യൂരിയോസിറ്റി മാത്രമാണ് നമുക്ക് സിനിമ തരുന്നത്. പിന്നെ ഇമോഷണൽ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത്. ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഏർബൻ തിയേറ്റേഴ്സിൽ നമ്മളിപ്പോ ഒരു നമ്മൾ പുറത്ത് ഗ്രാമങ്ങളിലൊക്കെ ഉള്ള തിയേറ്റേഴ്സ് ഒക്കെ അവിടെ പോലും ഇത് ഓടാണ്ട് റിലേറ്റബിൾ ആള്, സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ബിബിൻ ജോർജിന്റെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഭയങ്കര ലൗഡായിട്ടുള്ള ഒരു ക്യാരക്ടർ പോലെ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ലൈഫിലോട്ട് കടന്നു വരുന്നില്ല. ഞങ്ങളുടെ കുട്ടിക്കാലമൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഞങ്ങൾ കുഞ്ഞിലോട്ടേ സുഹൃത്തുക്കളാണ്. ഇപ്പൊ ആദ്യ സിനിമയായിട്ടുള്ള 18 പടിയില്ല, ആ ഒരു ആദ്യ സിനിമ 18 പടിയില്ല, ഹിമാലയത്തിലെ കാശ്മീർ. അതൊരു റീജിയണൽ കോമഡിയാണ്. അതൊരു കുഞ്ഞു പടമായിരുന്നു, ഒരു വലിയ സക്സസ്ഫുൾ സിനിമയൊന്നുമല്ല. പക്ഷെ അഭിറാം എന്റെ സുഹൃത്താണ്. അഭിറാം സുരേഷ് സാറിന്റെ മകനാണ്. അദ്ദേഹത്തിന്റെ ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു ആ സിനിമ. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഇൻഡസ്ട്രിയിൽ എനിക്കൊരു മെയിൻ സ്ട്രീം ലോഞ്ചിൽ 18 പടിയിലേക്ക് വരാൻ പറ്റി. 18 പടിയിലെ ആ ഒരു കഥാപാത്രം ഭയങ്കര നോട്ടീസ് ചെയ്ത കഥാപാത്രമായിരുന്നു. അതുപോലെ തന്നെ അതിനൊരു വലിയൊരു ഫാൻ ബേസ് എന്നൊക്കെ ഇപ്പോഴും വേണമെങ്കിൽ പറയാൻ പറ്റും, ഉണ്ടെന്നൊക്കെ ഇപ്പോഴും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം അത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ആ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്തതാണോ അതോ ഞാൻ ആ സിനിമയുടെ ഓഡിഷൻ അയക്കുന്ന സമയത്ത് ശങ്കർ സാറ് പറഞ്ഞത്, എനിക്ക് നിനക്ക് പറ്റിയൊരു പരിപാടി അത് പിള്ളേരുടെ പടമൊക്കെയാണ്. പക്ഷെ അപ്പൊ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ പടത്തിൽ ജോയിൻ ചെയ്തു. സാറിന്റെ കൂടെ കുട്ടികളെ ഗ്രൂം ചെയ്ത ഞാൻ, അതിന്റെ അകത്ത് ഈ പിള്ളേരെ ഗ്രൂം ചെയ്ത 60 പേര്. അതിനുശേഷമാണ് സാറ് എന്റെ ക്യാമ്പ്, കുട്ടികൾക്കുള്ള ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം സാറാണ് പറയുന്നത് ഈ ജോയ് എന്നുള്ള ക്യാരക്ടർ നീയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സർപ്രൈസ് എലമെന്റ് കൂടെ അതിന്റെ അകത്തുണ്ട്. അങ്ങനെയാണ് 18 പടിയിലേക്ക് കിടക്കുന്നത്. അപ്പൊ പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒരു 6-7 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും കുറച്ച് വ്യത്യസ്തതയുള്ള, അല്ലെങ്കിൽ അതിന് എല്ലാത്തിനും ചെറിയ ന്യൂവാൻസുകൾ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ ഫീനിക്സിലായാൽ പോലും. അപ്പൊ ഇതൊക്കെ മനഃപൂർവ്വമാണോ, അങ്ങനെ തിങ്ക് ചെയ്തെടുക്കുന്നതാണോ? അല്ല, നമ്മൾ ആ എഴുതി വെച്ചിരിക്കുമല്ലേ, ഇങ്ങനെ ആളൊരു പരിപാടി എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ അതിനകത്ത് ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള സാധനം ഞാൻ കൊടുക്കുന്നു. അത് വേറെ ആൾ ചെയ്യുമ്പോൾ അത് വേറെ വേർഷനായിട്ട് മാറും. പക്ഷെ ആ ക്യാരക്ടർ എഴുതി വെച്ചിരുന്ന ക്യാരക്ടറാണ് ഇമ്പോർട്ടൻറ്റ്. എന്റെ ഒരു ട്രേറ്റ് അതിനകത്ത് വന്നിട്ട് കാര്യമില്ല. പക്ഷെ അതിന്റെ എന്റെ ഓഫ് അത് മാറ്റി നിർത്താനും പറ്റില്ല. ഞാനാ ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഷൈൻ ചേട്ടനാണ് ഞാൻ അരുണെന്ന് ചെയ്യുന്നതെങ്കിൽ, ഞാൻ ഷൈൻ ചേട്ടന്റെ ക്യാരക്ടറാണ് ചെയ്യുന്നതെങ്കിൽ,
എന്റെ എലിമെന്റ്സ് അതിനകത്തുണ്ടാവും, പക്ഷെ രണ്ടായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ആ ക്യാരക്ടറുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക, അതേ ശ്രമിക്കുന്നുള്ളൂ. ഷൈൻ ചേട്ടനുമായിട്ട് ഇതിന് മുന്നേ സിനിമകൾ ചെയ്തിട്ടുണ്ട്? ഇല്ലല്ല, ഫസ്റ്റ് ടൈം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇല്ലേ നമ്മള് ഭയങ്കര ചേട്ടൻ വരുമ്പോൾ തന്നെ ഒരു ഓണാവും. അല്ലെങ്കിൽ ഈ സെറ്റ് ഭയങ്കര ജോവിയൽ ഒരു സെറ്റാണ്. ചേട്ടൻ വരുന്ന കഴിയുമ്പോൾ വേറൊരു പരിപാടി വരും, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നേരത്തെ എന്നോട് നമ്മൾ ആര്യമായിട്ട് സംസാരിച്ചപ്പോൾ ആര്യം പറഞ്ഞായിരുന്നു, അതായത് ഈ അത്രയും ലൗഡായിട്ട് നിൽക്കുന്ന എക്സെൻട്രിക് ആയിട്ട് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് ക്യാരക്ടറിലേക്ക് വരുമ്പോഴത്തേനും സ്വിച്ച് ഉണ്ട്. ക്യാമറ റോൾ ചെയ്ത് തുടങ്ങിയ പുള്ളി വളരെ സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്തതാണ്. അപ്പൊ അത് നേരിട്ട് കണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റിയ ഒരു ആളെന്നല്ലേ ചോദിക്കുക, അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു? അല്ല, അത് അതെന്ന് പറയാം, നമ്മളത് മനസ്സിലാവുന്നത്. ഇപ്പൊ ഇപ്പൊ വേറൊരാൾ പോകുമ്പോൾ നമ്മൾ ക്യാമറ റോൾ ചെയ്ത് നമ്മൾ അഭിനയിക്കാൻ റെഡി ആവുന്നുണ്ട് എല്ലാ ആക്ടേഴ്സും. അപ്പൊ ഷൈൻ ചേട്ടന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ അപ്പുറത്ത് ഷൈൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ലൗഡാ പുള്ളി, അങ്ങനെയാണ് ക്യാരക്ടർ ആകുമ്പോഴത്തേക്ക് പുള്ളി സ്വിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ വ്യത്യാസം ഭയങ്കര എവിഡന്റ്. ഇനി മുമ്പോട്ട് എത്തരം കഥാപാത്രങ്ങൾ എടുക്കാനാണ് താല്പര്യം ചലച്ചിങ് ആയിട്ടുള്ള? കഥാപാത്രങ്ങൾ എടുക്കാൻ അങ്ങനെയല്ല, എനിക്ക് ബേസിക്കലി എന്റെ ആ പ്ലോട്ടിനകത്ത് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ടാവണം. പ്ലെയിൻ ക്യാരക്ടർ ആവരുത് എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. ഇപ്പൊ എന്റെ കരിയർ വെച്ചിട്ട് ഇപ്പൊ ഒരു 5000 സ്ക്രിപ്റ്റ് എന്നിട്ട് അതിന് ചൂസ് ചെയ്യാൻ അങ്ങനെ ഇല്ല. എനിക്ക് വരുന്ന സിനിമകളിൽ അതിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ ചൂസ് ചെയ്യും. ഇപ്പൊ ലീഡ് സിനിമകൾ വരുന്നുണ്ട്, അല്ലാതെ വരുന്നുണ്ട്, വില്ലൻ പരിപാടി വരുന്നുണ്ട്. ഇപ്പൊ എന്ത് വന്നാലും നമുക്ക് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ആ സ്റ്റേജിൽ ഞാൻ ഇത്രയും ചെയ്ത് വന്നത് കൊണ്ട് എനിക്ക് സമയമായി. ഇനി അങ്ങോട്ട് എനിക്ക് അങ്ങനെ ചെയ്യാനാണ് താല്പര്യം. ഇപ്പം ഒരു എന്താ പറയാ, ഇപ്പം അങ്ങനെ റിജക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ റിജക്ട് ചെയ്ത സ്ക്രിപ്റ്റുകളോ സീനാണ് ഞാൻ എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി എനിക്കത് വർക്കായില്ല എന്ന് പറഞ്ഞ ഒരുപാട് സ്ക്രിപ്റ്റുകളാണ്. അത് തന്നെയാണ് ഇത്രയും ചൂസി ആക്കാനുള്ള? ചൂസി അല്ല, ഞാൻ ബേസിക്കലി എനിക്ക് വരുന്നതിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് വരുന്നത് കുറവാണ്. അപ്പൊ ആ വരുന്നത് ഫിനിക്സിന് ശേഷം കമ്പാരിറ്റീവ്ലി എനിക്ക് കുറവാണ്. കാരണം എനിക്ക് തോന്നുന്നു ഫിനിക്സ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ പ്ലേസ് ചെയ്യേണ്ട എവിടെയാണെന്നുള്ളതിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി കാണാം, അല്ലെങ്കിൽ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ വരുന്നതിൽ ഞാൻ നല്ലത് എടുക്കാൻ സാധ്യതയുള്ളൂ. ചിലപ്പോൾ ഞാൻ ഒട്ടും എനിക്കൊരു നല്ലൊരു സിനിമ ഇപ്പം വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാത്ത സ്ക്രിപ്റ്റ് ഒന്നും അത് എടുക്കില്ല. അതിൽ കാര്യമില്ല. കോംപ്രമൈസ് ചെയ്ത് അഭിനയിച്ച സിനിമകളുണ്ട്, ഇല്ലാന്നല്ല. നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഡയറക്ടറിന്റെ ഒരു വിഷയം ഉണ്ടായിരിക്കും, നമുക്ക് തോന്നുന്ന ഒരു അടുപ്പമായിരിക്കും ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് നമ്മളെ. അതൊരു മോശം സിനിമയാണെന്ന് വിചാരിച്ചല്ല ചെയ്യുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി എ ഹ്യൂജ് സക്സസ് എന്നൊക്കെ നമുക്ക് തോന്നാം. ഇനി ലൈഫിലെ ഒരു അൾട്ടിമേറ്റ് ശുക്രൻ മൊമെന്റ് ഏതായിരുന്നു? അല്ല, അങ്ങനെ ഒന്നും മൊമെന്റ് ഞാൻ ഇൻഡസ്ട്രിക്കകത്ത് ഇപ്പൊ എത്രയോ പേര് വേറെ എവിടെയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്രയോ ആയിരക്കണക്കിന് നടന്മാർ അല്ലെങ്കിൽ നടിമാർ അല്ലെങ്കിൽ മനുഷ്യർ കലാകാരികൾ ആഗ്രഹിക്കുന്നതാണ് മലയാള സിനിമയിൽ നമുക്കൊരു പ്ലേസ് ഉണ്ടാവും. എനിക്കത് എനിക്ക് ശുക്രനായിട്ട് അതിന് ഏറ്റക്കുറച്ചുകൾ എന്റെ ശുക്രൻ കുറച്ച് ചിലപ്പോൾ മേ ബി കുറച്ച് മറവിലായിരിക്കും, അല്ലാതെ ഏറ്റക്കുറച്ചുകളേ ഉണ്ടാവുള്ളൂ. വന്നത് തന്നെ വലിയ കാര്യമില്ല. നല്ല പാട്ടുകൾ എനിക്ക് ഒരു നടന് നല്ല പാട്ടുകൾ ഉണ്ടാവുന്ന പറഞ്ഞാൽ എന്നെ പാട്ടുകളിൽ കൂടെ ഓർക്കുന്ന ആളുകളാണ് കൂടുതൽ. ഫിനിക്സിലെ ഇന്നലെ പുഞ്ചിരി ആയാലും പാട്ടമ്പടിയിലെ തൂമഞ്ഞായാലും അങ്ങനെ എന്നെ ഓർക്കുന്നു. അതൊക്കെ വരുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ശുക്രനാണെന്ന് തന്നെ വിശ്വസിക്കണം.